ബാഴ്സലോണയെ തുടർച്ചയായുള്ള രണ്ടാമത്തെ സീസണിലും നിക്കോ വില്യംസ് തേച്ചിരിക്കുകയാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ടേൺ അറൗണ്ട് ആണ് ഇന്ന് ഉണ്ടായത്. ഇപ്പം എന്തായാലും നിക്കോ വില്യംസ് 10 വർഷത്തേക്കുള്ള കരാർ പുതുക്കിയിരിക്കുകയാണ് അത്ലറ്റിക് ക്ലബ്ബുമായി. 2035 വരെയുള്ള ദീർഘകാല കരാറാണ് നിക്കോ വില്യംസിന് അത്ലറ്റിക് ക്ലബ്ബ് നൽകിയിരിക്കുന്നത്. അതുമാത്രമല്ല, വേജസ് ഇൻക്രീസ് ആയിട്ടുണ്ട്. റിലീസ് ക്ലോസ് താരത്തിൻ്റെത് 58 മില്യൺ യൂറോ ആയിരുന്നു, അതും 50% ആഡ് ചെയ്തതായി ആണ് ഇപ്പം അറിയാൻ സാധിക്കുന്നത്. അപ്പം എന്തായാലും ബാഴ്സലോണയെ സംബന്ധിച്ചൊരു വലിയ ഒരു ബ്ലോ തന്നെയാണ് ഈ സംഭവം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇപ്പം ലെമിൻ യമാൽ ട്വീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നു, റഫീനിയ കാത്തിരിക്കുന്നു. അങ്ങനെ എല്ലാവരും കാത്തിരുന്ന, ബാഴ്സലോണയിലെ എല്ലാവരും കാത്തിരുന്നൊരു താരമാണ് ഇത്തവണയും വാക്ക് പാലിക്കാതെ തൻ്റെ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. ബാഴ്സലോണയെ സംബന്ധിച്ച് അവരുടെ ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലെ പ്രധാന ടാർഗറ്റ് നിക്കോ വില്യംസ് ആയിരുന്നു. സ്പെയിനിൽ അത്രയും മികച്ച രീതിയിൽ സ്പാനിഷ് ദേശീയ ടീമിന് വേണ്ടി കളിക്കുന്ന ഒരു പ്ലെയറാണ്. അത്ലറ്റിക് ക്ലബിൻ്റെ ഒരു യങ് ടാലൻറ്റ്, 22 വയസ്സ് മാത്രമേ ഉള്ളൂ. ഏറ്റവും മികച്ച രീതിയിൽ കളിക്കുന്ന ലെഫ്റ്റ് വിങ്ങേഴ്സിൽ ഒരാൾ. അപ്പോൾ ഈ രീതിയിൽ ബാഴ്സലോണയിൽ നിക്കോ വില്യംസും ലെമിൻ യമാലും കൂടെ ചേരുമ്പോഴുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് ആരാധകരെല്ലാം സ്വപ്നം കണ്ടിരുന്നു. എന്തായാലും ഇത്തവണയും നിക്കോ വില്യംസ് ബാഴ്സലോണയെ മണ്ടന്മാരാക്കി എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് ഇൻറ്റൻസ് ആയിട്ടുള്ള ചർച്ചകളാണ് നടന്നിരുന്നത്. ഡെക്കോയുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ടോക്സ് ഒക്കെ സംഭവിച്ചു. പക്ഷേ നിക്കോ വില്യംസ് ഈ ഒരു തീരുമാനം, നിർണായകമായുള്ള ഒരു തീരുമാനം ബാഴ്സലോണയെ അറിയിച്ചില്ല എന്നാണ് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം അത് ഒരു വളരെ മോശമായുള്ള ഒരു പ്രവണതയായിട്ടാണ് പൊതുവെ തോന്നുന്നത്. കാരണം നിക്കോ തൻ്റെ താല്പര്യം പലതവണ സൂചിപ്പിച്ചിരുന്നു. ബാഴ്സലോണയാണ് തൻ്റെ ഡെസ്റ്റിനേഷൻ. യൂറോപ്പിൽ ഇനിയൊരു ക്ലബിന് കളിക്കേണ്ടത്, യൂറോപ്പിലല്ല സ്പെയിനിൽ ഇനിയൊരു ക്ലബിൽ കളിക്കുന്നുണ്ടെങ്കിൽ അത് ബാഴ്സലോണയായിരിക്കും എന്നൊക്കെയായിരുന്നു റിപ്പോർട്ടുകളൊക്കെ. ബാഴ്സലോണയാണെങ്കിൽ അവരുടെ ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ നിലനിൽക്കുമ്പോൾ തന്നെ നിക്കോയുടെ റിലീസ് ക്ലോസായ 58 മില്യൺ യൂറോ നൽകാൻ സന്നദ്ധരായിട്ട് രംഗത്ത് വന്നിരുന്നു. അതുമാത്രമല്ല, താരത്തിന് 2031 വരെയുള്ള കരാറൊക്കെ ഓഫർ ചെയ്തിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നിക്കോ വില്യംസിന് തൻ്റേതായുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട്. അദ്ദേഹം പറയുന്നത്, ഞാൻ എൻ്റെ ഹൃദയം പറയുന്നതനുസരിച്ചുള്ള ഒരു തീരുമാനമാണ് ഞാൻ കൈക്കൊണ്ടിരിക്കുന്നത്. കാരണം ബാസ്ക് കൺട്രിയിലേക്ക് വന്ന ഇമിഗ്രൻസിൻ്റെ 2 പുത്രന്മാരാണ് നിക്കോ വില്യംസും ജ്യേഷ്ഠൻ ഇനാക്കി വില്യംസും. പൊതുവെ ബാസ്ക് കൺട്രി വളരെ യാഥാസ്ഥിതികരായുള്ള അവരുടെ വംശജരായുള്ള കളിക്കാർക്കാണ് കൂടുതൽ പ്രാമുഖ്യം അത്ലറ്റിക് ക്ലബിൽ നൽകാറ്. പക്ഷേ ആ ഒരു തീരുമാനത്തിൽ നിന്നൊക്കെ ഒരു വിഭിന്നമായുള്ള തീരുമാനം എടുത്തത് ഈ നിക്കോ വില്യംസിൻ്റെ ഇനാക്കി വില്യംസിൻ്റെ ഒക്കെ ഒരു ഇൻക്ലൂഷൻ ആയിരുന്നു. അവരുടെ ഒരു ഹോം ഗ്രൗൺ പ്ലെയേഴ്സാണ് ഈ 2 പ്ലെയേഴ്സും, ഏട്ടനും അനിയനും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പുറത്ത് അത്രയും വലിയ സപ്പോർട്ടും പ്രഷറും ഒക്കെ തനിക്ക് അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടി വന്നു എന്നുള്ള രീതിയിലാണ് നിക്കോ വില്യംസിൻ്റെ വീഡിയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊരു ലോയൽറ്റിയുടെ ഇഷ്യൂ ആണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ വേറെ കുറേ വാദങ്ങളുണ്ട്. അതായത് നിക്കോ വില്യംസ് ബാഴ്സലോണയുടെ ആ ഒരു ഓഫർ, അല്ലെങ്കിൽ അവരുടെ ഒരു താല്പര്യം പരമാവധി മുതലാക്കി നല്ലൊരു കോൺട്രാക്റ്റ് നേടി എന്നുള്ള ഒരു വാദവും വളരെ സജീവമായിട്ട് വരുന്നുണ്ട്. എന്തായാലും നിക്കോ വില്യംസിനെ സംബന്ധിച്ച് ഇത്രയും മികച്ച രീതിയിൽ ഒരു ഹെഡ്ലൈൻസിലൊക്കെ നിൽക്കുന്ന, ഇത്രയും പ്രോമിസിങ് ആയുള്ള സ്പെയിനിന് വേണ്ടി കളിക്കുന്ന ഒരു താരത്തെ സംബന്ധിച്ച് ബാഴ്സലോണയിലേക്കുള്ള ഒരു കൂടുമാറ്റം ആ താരത്തിൻ്റെ കരിയർ ഒരു അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു. അപ്പോൾ അത് ഒരു മണ്ടത്തരമായി പോയി എന്ന് തന്നെയാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തൽ. വ്യക്തിപരമായിട്ട് എനിക്കൊക്കെ തോന്നുന്നത്, നിക്കോ വില്യംസിനെ സംബന്ധിച്ച് ബാഴ്സലോണയിലേക്ക് ഒരു എൻട്രി ലഭിച്ചിരുന്നെങ്കിൽ അതൊരു വലിയ മാറ്റം ഉണ്ടാവായിരുന്നു. ഒന്ന്, ലോകോത്തര താരങ്ങൾക്കൊപ്പം കളിക്കാൻ സാധിക്കുന്നു, ഹാൻസി ഫ്ലിക്കിനെ പോലുള്ള ഒരു കോച്ചിനൊപ്പം കളിക്കാൻ സാധിക്കുന്നു. അദ്ദേഹത്തിന് കീഴിൽ കളിക്കുമ്പോൾ ഈ താരത്തിൻ്റെ ആ ഒരു നിലവിലുള്ള ടാലൻ്റ് ഒന്നും കൂടെ ഒരു വേറെ ലെവലിലെത്തും എന്ന് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നു. അതുമാത്രമല്ല, ഒരു പ്രോപ്പർ ലെഫ്റ്റ് വിങ്ങർ എന്നുള്ള രീതിയിൽ ഇപ്പോൾ ബാഴ്സലോണ ആ ഒരു പൊസിഷനിൽ ഒരു പ്രോപ്പർ ലെഫ്റ്റ് വിങ്ങറെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അതിന് ഉള്ളൊരു അവസരം കൂടിയാണ് ഇപ്പം നിക്കോ വില്യംസ് കളഞ്ഞു കുളിച്ചിരിക്കുന്നത്. ഇപ്പം എന്തായാലും നിക്കോയുടെ ഗെയിം ഓവർ ആയതോടുകൂടി ബാഴ്സലോണ ഇനി ലക്ഷ്യമിടുന്നത് 2 പ്ലെയേഴ്സിനെയാണ്. ഒന്ന് ലൂയിസ് ഡിയാസ്, മറ്റൊന്ന് മാർക്കസ് റാഷ്ഫോർഡ്. ഇത് ലൂയിസ് ഡിയാസിന് കിട്ടാനുള്ള ഒരു സാധ്യത വളരെ കുറവാണ്. ലിവർപൂൾ ഓൾറെഡി ബയേണിൻ്റെ ഓഫറൊക്കെ അവർ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. മുമ്പ് ബാഴ്സലോണയുടെ താല്പര്യവും അവർ വേണ്ടത്ര രീതിയിൽ സ്വീകരിച്ചില്ല. എന്തായാലും താരത്തെ വിൽക്കാനില്ല എന്നുള്ള ഒരു തീരുമാനത്തിൽ ഉറച്ച് നിൽക്കുകയാണ് ലിവർപൂൾ ലൂയിസ് ഡിയാസിൻ്റെ കാര്യത്തിൽ. ഇപ്പോൾ ഡിയാസിന് കിട്ടാനുള്ള ഒരു സാധ്യത കുറവാണ്. അപ്പോൾ ആ ഒരു സാഹചര്യം നിലനിൽക്കെ ഇപ്പോൾ മാർക്കസ് റാഷ്ഫോർഡിൻ്റെ സാധ്യതകൾ വർദ്ധിച്ചിരിക്കുക. സാധാരണഗതിയിൽ റാഷ്ഫോർഡ് ഒരു ലോൺ ഡീലിനൊക്കെ, ബാഴ്സലോണയിലേക്ക് ഒരു ലോൺ ഡീലൊക്കെ സാധ്യമാകുകയുണ്ടായിരുന്നുള്ളൂ. കുറച്ച് മുമ്പ് വരെ, 2 ആഴ്ച മുമ്പ് വരെ അതായിരുന്നു ഒരു സിനാരിയോ. പക്ഷെ ഇപ്പോൾ ആ സിനാരിയോ മാറിയിരിക്കുന്നു. റാഷ്ഫോർഡിനെ സൈൻ ചെയ്യാനുള്ള ഒരു സാധ്യത വന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ 40 മില്യൺ പൗണ്ടാണ്
മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റാഷ്ഫോർഡിന് വിലയിട്ടിരിക്കുന്നത്. അപ്പം നിലവിൽ നിക്കോ വില്യംസിന് നഷ്ടമായ സാഹചര്യത്തിൽ റാഷ്ഫോർഡിനെ സൈൻ ചെയ്യാനുള്ള ശ്രമങ്ങളുമായി ബാഴ്സലോണ മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പം ലെഫ്റ്റ് വിങ്ങർ ആയിട്ടും നമ്പർ 9 ആയിട്ടൊക്കെ കളിക്കാൻ പറ്റുന്ന പ്ലെയറാണ്. അതുമാത്രമല്ല ഹാൻസി ഫ്ലിക്കിന് വളരെ താല്പര്യമുള്ള ഒരു താരം കൂടിയാണ് റാഷ്ഫോർഡ്. റാഷ്ഫോർഡ് ആണെങ്കിൽ മറ്റ് ഡീലുകൾക്കൊന്നും താല്പര്യം പ്രകടിപ്പിക്കാതെ അദ്ദേഹം താൻ ബാഴ്സലോണയിലേക്കുള്ളൂ എന്നുള്ള രീതിയിലുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇപ്പം റാഷ്ഫോർഡിൻ്റെ ആ ഒരു ഹ്യൂജ് വേജസ് അതൊരു വലിയ വിഷയം തന്നെയായിരിക്കും ബാഴ്സലോണയെ സംബന്ധിച്ച്. കാരണം ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ അവർക്ക് നിലനിൽക്കുന്നതും കൊണ്ട് തന്നെ. അപ്പോൾ റാഷ്ഫോർഡ് തൻ്റെ വലിയ ഭീമൻ പ്രതിഫലം കുറച്ച് വെട്ടിക്കുറയ്ക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ഡീൽ നടക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അപ്പം എന്തായാലും യുണൈറ്റഡ് ഒരു ലോൺ ഡീലിന് ഇനി തയ്യാറാകുമെന്ന് തോന്നുന്നില്ല. റാഷ്ഫോർഡിനെ വിറ്റ് പരമാവധി പണം സമാഹരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയായിരിക്കും യുണൈറ്റഡിന് മുമ്പിലുള്ളത്. അപ്പം എന്തായാലും നിക്കോയുടെ ആ ഒരു നഷ്ടം അല്ലെങ്കിൽ നിക്കോയുടെ ആ ഒരു തീരുമാനം റാഷ്ഫോർഡിൻ്റെ ഒരു നേട്ടത്തിലേക്ക് എത്തുമോ എന്ന് നമുക്ക് നോക്കി കാണേണ്ടി വരും. എന്തായാലും അതിനായിട്ട് കാത്തിരിക്കാം. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ നിക്കോ വില്യംസിൻ്റെ ബാഴ്സലോണയുടെ ഓഫർ റിജക്റ്റ് ചെയ്യാനുള്ള തുടർച്ചയായ 2ാം വർഷം ആ ഒരു ഓഫർ റിജക്റ്റ് ചെയ്യാനുള്ള ഒരു തീരുമാനത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ.